ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ യാത്രയെന്ന് പറയുന്നത് നിങ്ങളെല്ലാവരും കേട്ടിട്ടുള്ള ഒരു ക്ഷേത്രത്തിലോട്ടാണ്. അല്ലെങ്കിൽ കാവെന്നൊക്കെ നമ്മൾ പറയും. കല്ലേലി അപ്പൂപ്പൻ കാവ്. ഇത് സ്ഥിതി ചെയ്യുന്നത് പത്തനംതിട്ട ജില്ലയിൽ കോന്നിയിലാണ്. ഈ കാവിന് വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. ഈ കാവ് സ്ഥിതി ചെയ്യുന്നത് വനത്തിനുള്ളിലാണ്. കേരളത്തിലെ മറ്റു ക്ഷേത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കല്ലേലിക്കാവിന് ലാളിത്യവും പ്രകൃതിയുമായുള്ള അടുപ്പവുമാണ് ഏറ്റവും വലിയ പ്രത്യേകത. വലിയ ഗോപുരങ്ങളോ ആഡംബര നിർമ്മിതികളോ ഇല്ലാതെ വനാന്തരത്തിൻ്റെ ശാന്തതയിൽ വിശ്വാസത്തിൻ്റെ വെളിച്ചം നിറഞ്ഞു നിൽക്കുന്ന സ്ഥലമാണിത്. കാറ്റിൻ്റെ മൃദുസ്പർശവും പക്ഷികളുടെ ശബ്ദവും മരങ്ങളുടെ തണലും ഈ കാവിൻ്റെ ആത്മീയ അന്തരീക്ഷത്തെ കൂടുതൽ മനോഹരമാക്കുന്നു. കോന്നി പിന്നിട്ട് കുറച്ചു ദൂരം ചെന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ യാത്ര തീർത്തും വനത്തിൽ കൂടിയായിരിക്കും. ഈ റോഡ് നേരെ പോകുന്നത് അച്ചൻകോവിലോട്ടാണ്. അച്ചൻകോവിൽ അമ്പലത്തിൽ പോകാൻ ഏറ്റവും കൂടുതൽ ഭക്തർ തിരഞ്ഞെടുക്കുന്ന കാനനപാത ഇതാണ്. പക്ഷെങ്കിൽ ഇപ്പം പോകണമെങ്കിൽ നമുക്ക് പ്രത്യേകം പാസ് ഫോറസ്റ്റുകാരിൽ നിന്നും മേടിക്കേണ്ടതുണ്ട്. കല്ലേലിക്കാവിലെ പ്രധാന പ്രതിഷ്ഠ എന്ന് പറയുന്നത് വിളിച്ചാൽ വിളിപ്പുറത്തുള്ള കല്ലേലി അപ്പൂപ്പനും കല്ലേലി അമ്മൂമ്മയുമാണ്. ഇവിടുത്തെ പ്രധാനപ്പെട്ട വഴിപാടുകളിൽ ഒന്നാണ് ആഗ്രഹ സാഫല്യത്തിനായി നടത്തിവരുന്ന താമ്പൂല വഴിപാട്. കൂട്ടുകാരെ, ഞാനിപ്പോൾ നിൽക്കുന്നത് കല്ലേലിക്കാവിന് തൊട്ട് മുമ്പായിട്ട് മറ്റൊരു ക്ഷേത്രം കൂടിയുണ്ട്, ശിവചാമുണ്ഡി ക്ഷേത്രം. ഞാൻ വന്നപ്പോഴത്തേന് ക്ഷേത്രത്തിന് നടയൊക്കെ അടച്ചു, അതിന് കയറി തൊഴാൻ പറ്റിയില്ല. വെളിയിൽ നിന്ന് ഭഗവാനെയൊക്കെ തൊഴുതു. കല്ലേലിക്കാവിൽ വരുന്ന മിക്ക ഭക്തരും ഇവിടെ കയറി ഭഗവാനെ ദർശിച്ചിട്ടാണ് കല്ലേലിക്കാവിലോട്ട് പോകുന്നത്. ഇവിടുന്ന് ഏകദേശം ഒരു 500-600 മീറ്റർ മാത്രമേ ഉള്ളൂ കല്ലേലിക്കാവിലോട്ട്. കൂട്ടുകാരെ, അങ്ങനെ നമ്മൾ കണ്ടിപ്പോൾ കല്ലേലിക്കാവിൽ എത്തിയിട്ടുണ്ട്. 999 മലദൈവങ്ങളുടെയും നാഥനും കാവൽക്കാരനുമായ ശ്രീ കല്ലേലി ഊരാളി അപ്പൂപ്പൻ വാഴുന്ന കല്ലേലിക്കാവ്. മാത്രം പാർക്ക് ചെയ്യുക. ഭിക്ഷാടനം, ലോട്ടറി കച്ചവടം എന്നിവ കാവിനുള്ളിൽ കർശനമായും നിരോധിച്ചിരിക്കുന്നു. കാവിന്റെ സമീപം ശക്തി ചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന ചരിത്ര പ്രസിദ്ധവും പുരാതനവുമായ ശ്രീ കല്ലേലി ഊരാളി അപ്പൂപ്പൻ കാവിലേക്ക് ആദ്യം സമർപ്പിക്കേണ്ട ഇഷ്ട വഴിപാട് താമ്പൂല സമർപ്പണം, മുറുക്കാൻ വഴിപാട്. എന്നാൽ പിന്നെ അപ്പൂപ്പനെയും അമ്മൂമ്മയും കാണാൻ നമുക്ക് താഴോട്ട് ചെന്നാലോ? ഈ കാണുന്ന 41 പടികൾ താണ്ടി വേണം നമുക്ക് താഴെ ചെന്ന് അപ്പൂപ്പനെയും അമ്മൂമ്മയും ദർശിക്കാനൊക്കെ ഉണ്ട്. പിന്നെ വേറൊരു കാര്യം, നമുക്ക് ഇവിടുത്തെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാം. വെളിയിലുള്ളത് നമ്മൾ അകത്ത് കയറി ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കണമെങ്കിൽ നമ്മൾ പ്രത്യേകം കമ്മിറ്റി ഓഫീസിൽ പോയിട്ട് നമ്മൾ എന്തിനാണ് വീഡിയോസ് എടുക്കുന്നത്, അല്ലെങ്കിൽ ഇൻസ്റ്റയിൽ ഫേസ്ബുക്കിൽ എന്തിനാണോ ഇടാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പേരും അഡ്രസ്സും നമ്മുടെ ID ഒക്കെ പറഞ്ഞ് ഒരു വെള്ള പേപ്പർ എഴുതി കൊടുക്കണം. അതിനുശേഷം മാത്രമേ നമ്മൾ അകത്തുള്ള വീഡിയോസ് എടുക്കാനുള്ള അനുവാദം നമുക്ക് കിട്ടുകയുള്ളൂ. കൂട്ടുകാരെ, ഇതാണ് നമ്മൾ പറഞ്ഞ 999 മലകളുടെ നാഥനായ ശ്രീ കല്ലേലി ഊരാളി അപ്പൂപ്പൻ വാഴുന്ന മണ്ണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ സങ്കടങ്ങളും വിഷമങ്ങളും എല്ലാം നമ്മൾ മറന്നു പോകും. അത്രയ്ക്കൊരു പോസിറ്റീവ് വൈബാണ് ഇവിടെ. അച്ചൻകോവിലാറിന് സമീപം സ്ഥിതി ചെയ്യുന്ന പുണ്യപുരാതന കാവ് കൂടിയാണിത്. ഏകദേശം 1500 വർഷം പഴക്കമുണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഇവിടുത്തെ പൂജയും മറ്റു കർമ്മങ്ങളും ചെയ്യുന്നത് പൂജാരിമാരോ മറ്റോ തന്ത്രികളോ അല്ല, ഇവിടെയുള്ള ഊരാളിമാർ തന്നെയാണ്. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന വലിയ വലിയ പ്രശ്നങ്ങൾക്കെല്ലാം ഇവിടെ വന്ന അപ്പൂപ്പനെ കണ്ട് മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അതിനൊരു പരിഹാരം ഉണ്ടാകുമെന്നാണ് വിശ്വാസം. അതുകൊണ്ട് തന്നെ ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് എല്ലാ ദിവസവും അപ്പൂപ്പനെ കാണാൻ വേണ്ടി ഈ തിരുസന്നിധിയിൽ എത്തിച്ചേരുന്നത്. ഊരാളി വിളിച്ചു ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥനയോടെ ഊരാളി മലയ്ക്ക് കരുത്തുടച്ച് രാശി നോക്കി ഫലം പറയുന്നു. ഊരാളിക്ക് സമർപ്പിച്ച് ആഗ്രഹ സഫലീകരണത്തിന് വേണ്ടി ദോഷ ദുരിതങ്ങൾ മാറുന്നതിന് വേണ്ടി ഊരാളി നിർദ്ദേശിച്ച വഴിപാടുകൾ തിരുനടയിൽ പ്രവേശിച്ച് മല അപ്പൂപ്പനോട് സങ്കല്പിച്ച് ചെറിയ പറയുന്നു, വലിയ പറയുന്നു. 3 ദിവസത്തെ വ്രതനിഷ്ഠയും വഴിപാടുകൾ ബുക്ക് ചെയ്യുന്നത് അന്നദാനത്തിന് സംഭാവന നൽകുന്നതിൽ കാവ് വഴിപാടുകളെ കുറിച്ച് വിശദമായി അറിയുന്നതിൽ അന്നദാന ഓഫീസുമായി ബന്ധപ്പെടുന്നത്. താമ്പൂലം വെച്ചിട്ടുള്ളത് താമ്പൂലം നിങ്ങളെടുത്തായിരുന്നു.
എത്ര വെച്ച് വെച്ചു എല്ലാവരും കയറി കേട്ടോ, പൂജയാണ്. അമ്മൂമ്മയുടെ പൂജയാണ് ആദ്യം. ഇങ്ങോട്ട് കയറി നിന്ന്. സകല സ്ഥലം കൊടുത്താണ് സ്വാമിക്കാരൻ. സ്ഥലം കൊടുത്താണ്. എന്നാ തിരികെ പൂരം തനിക്കൊഴിഞ്ഞു എന്നാ തിരികെ അങ്ങനെ അപ്പൂപ്പൻ്റെ അമ്മൂമ്മയുടെ അടുത്ത് പൂജയൊക്കെ കഴിഞ്ഞു. ഇനി അപ്പുറത്തെ സൈഡിലോട്ട് പോകും. അവിടെയാണ് ഉപദേവതകളെയൊക്കെ പ്രതിഷ്ഠിച്ചേക്കുന്നത്. അതുപോലെ തന്നെ ഇവിടുത്തെ മറ്റൊരു പ്രത്യേകതയാണ് എല്ലാ ദിവസവും അന്നദാനം തരുന്ന ഒരേ ഒരു കാനന ക്ഷേത്രം കൂടിയാണ് കല്ലേലി അപ്പൂപ്പൻകാവ്. അപ്പോൾ എല്ലാവരും ഭക്ഷണം കഴിക്കുന്നുണ്ട്. എന്നാൽ പിന്നെ ഞാനും വിചാരിച്ചു പോയി കഴിച്ചേക്കാമെന്ന്. അങ്ങനെ ഞാനും ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയി. ഇവിടുത്തെ ഭഗവാന്റെ പ്രസാദം എന്ന് പറയുന്നത് കഞ്ഞിയും പയറും അച്ചാറുമാണ്. പക്ഷേ അത് നമുക്ക് കഴിച്ചു കഴിഞ്ഞാൽ നമുക്കത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അത്രയ്ക്ക് നമുക്ക് ഒരു രുചിയാണ് ആ ഭഗവാന്റെ പ്രസാദം കഴിക്കുമ്പോൾ കിട്ടുന്നത്. ഞാൻ എപ്പോൾ ഇവിടെ വന്നെന്ന് പറഞ്ഞാലും ഭഗവാന്റെ പ്രസാദം കഴിക്കാതെ ഞാൻ പോകത്തില്ല. അത്രയ്ക്ക് എന്തോ ഒരു എനർജിയാണ് നമുക്കത് കഴിക്കുമ്പോൾ കിട്ടുക. അങ്ങനെ ഞാനും ഭഗവാന്റെ പ്രസാദമൊക്കെ മേടിച്ചു. നിങ്ങൾ ആരെങ്കിലും ഭഗവാന്റെ പ്രസാദം കണ്ടിട്ടില്ലെങ്കിൽ കണ്ടോ. നമുക്ക് കിട്ടുന്നത് കഞ്ഞിയും പയറും അച്ചാറുമാണ് കേട്ടോ. ഇത് കഴിച്ചാൽ കിട്ടുന്ന ഒരു സുഖം എന്ന് പറയുന്നത് നമുക്ക് കഴിച്ചെങ്കിൽ മാത്രമേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ കേട്ടോ. അങ്ങനെ പ്രസാദമൊക്കെ കഴിച്ച് അതിന് ശേഷം അവിടെ പൊങ്കാലയൊക്കെ ഇടുന്നുണ്ട്. അങ്ങനെ അതൊക്കെ കണ്ട് കുറച്ച് നേരം കണ്ടു. പിന്നെ വീണ്ടും അമ്പലത്തിൻ്റെ നടയിലോട്ട് പോയി. ഇനിയപ്പോൾ കുറച്ച് വീഡിയോസും കൂടെ എടുത്തിട്ട് തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ്. ഇവിടുത്തെ മറ്റൊരു പ്രത്യേകതയാണ്, നമ്മളിവിടെ എവിടെ നോക്കിയെന്ന് പറഞ്ഞാൽ ഇഷ്ടംപോലെ വാനരന്മാർ കാണും കേട്ടോ. എവിടെ നോക്കിയാലും വാനരന്മാരാണ്. എന്നാൽ ശല്യങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇപ്പം ഭക്തരൊക്കെ വരുവാണെങ്കിൽ എന്തെങ്കിലും കൊടുക്കുവാണെങ്കിലും അതൊക്കെ കഴിച്ചുകൊണ്ട് അവരങ്ങനെ ഇരിക്കും. മറ്റുള്ളവർക്ക് ശല്യങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒന്നും ഉണ്ടാകത്തില്ല. പിന്നെ അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ചൊക്കെ കശവിശയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അല്ലാതെ വരുന്ന ഭക്തജനങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടും അവരുടെ ഭാഗത്തു നിന്ന് ഒരിക്കലും ഉണ്ടാകത്തില്ല. ഇപ്പോൾ ഇവിടെ ഒരു 3-4 വാനരന്മാർ ഇരിപ്പുണ്ട്. അപ്പോൾ അവർ അവിടെ നിന്നൊരു ചേട്ടനാണെങ്കിൽ അവർക്ക് ഒരു ഉണ്ണിയപ്പം കൊടുക്കുന്നുണ്ട്. അപ്പോൾ കടിച്ചാൽ കടിയൊന്നും പൊട്ടുന്നില്ല, എന്നാലും അവർ മാക്സിമം ഒക്കെ നോക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അതൊക്കെ കണ്ട് അതിനുശേഷം ഇപ്പം കുറച്ച് തിരക്കൊക്കെ കുറഞ്ഞു കേട്ടോ. ഉച്ചയൊക്കെ കഴിഞ്ഞു, ഉച്ചയൊക്കെ ആയി ഏകദേശം. അപ്പോഴത്തേനും കുറച്ച് തിരക്കൊക്കെ കുറഞ്ഞു. അങ്ങനെ ഞാൻ അവിടുന്ന് തിരിച്ച് മേളിലോട്ട് വരികയാണ്. വീണ്ടും 41 പടി കയറിയിട്ട് മേളിലെത്തി, റോഡിലെത്തി. കൂട്ടുകാരെ, അന്നേരം ഇതാണ് ശ്രീ കല്ലേലി ഊരാളി അപ്പൂപ്പൻകാവിലെ കാഴ്ചകളൊക്കെ. ഭഗവാനെയൊക്കെ കണ്ടു, മനസ്സ് നിറഞ്ഞ് കണ്ടു, തൊഴുതു, പ്രാർത്ഥിച്ചു, മനസ്സിന് ശാന്തതയൊക്കെ കിട്ടി. അപ്പം തിരിച്ച് ഞാൻ ഇനി വീട്ടിലോട്ട് പോവുകയാണ്. അപ്പം നമ്മൾ വരുന്ന വഴിക്ക് നമ്മൾ പോയപ്പം കണ്ട
ശിവഭഗവാന്റെ ക്ഷേത്രം ഇവിടെയുണ്ട്. അപ്പോൾ അവിടെ നടയൊക്കെ അടിച്ച് അവിടെ ഇപ്പോൾ ആരും ഇല്ല, എല്ലാവരും പോയിട്ടുണ്ട്. അപ്പം അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീട്ടിൽ വരാം. അതുവരെ എല്ലാവർക്കും ബൈ.